Good afternoon to all. Good afternoon. Yeah, good afternoon. Okay. Start ചെയ്യാം നമുക്ക്. Expressions തന്നെയാണ് കേട്ടോ, continuation ആണ്. എഴുതിയെടുക്കുക. Okay. The first one is seems to. Sorry. Seems to. Yeah. Seems to ആണ് കേട്ടോ. Seems to. Structure വരുന്നത് subject plus seem to or seems to. Subject and base ചെയ്തിട്ട് seem അല്ലെങ്കിൽ seems ആയി മാറാം. Okay. Subject plus seem or seem to or seems to plus V1. Okay. Singular subject ആണെങ്കിൽ നമ്മൾ seems to, plural subject ആണെങ്കിൽ നമ്മൾ seem to ആണ് യൂസ് ചെയ്യാം. Yeah. Clear. Okay. Meaning എഴുതാം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. Seems to. And example. He seems to accept the proposal. He seems to accept that proposal. അവൻ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. ഓക്കെ. They seem to come here. അവര് ഇവിടെ വരുമെന്നാണ് തോന്നുന്നത്. They seem to come here. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് തോന്നുന്നത്. ആ ഒരു മീനിങ്ങിലാണ് എന്ത് നമ്മൾ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. ഓക്കെ. ക്ലിയർ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഒന്നും കൂടി പറയാം, ഞാൻ കുറച്ച് ലേറ്റ് ആയി കയറാൻ. ഓക്കെ. നമ്മള് എക്സ്പ്രഷൻ പറയുന്നത് seem to ആണ് കേട്ടോ. seem to. അശ്വതിക്ക് നോട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് കിട്ടിയായിരുന്നോ? മെസ്സേജ് കണ്ടോ? ഇല്ല മിസ്, ഞാൻ ഇപ്പൊ കയറിയിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ we have to അത് മിസ് ഒന്നും കൂടി പറയാ പറഞ്ഞിരുന്നു, അത് പറഞ്ഞോ? ഇല്ല പറഞ്ഞിട്ടില്ല കേട്ടോ. പറയാം. ഇത് ടെക്സ്റ്റ് ചെയ്ത് അത് എഴുതിയെടുക്കാം. ഞാൻ പറയാം. ഓക്കെ. നെക്സ്റ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അശ്വതി നോക്കി എഴുതാം. Seems to. Seems to ആണ് എക്സ്പ്രഷൻ. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് seem to plus seems to or seems to plus V1. അതായത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് seem ആണോ seems ആണോ എന്ന് നമുക്ക് ആഡ് ചെയ്യാം. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ seemsഉം പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ seem ആണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോ എക്സാമ്പിൾ എഴുതാം. He seems to accept that proposal. ഇവിടെ മീനിങ് വരുന്നത് അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഒരു തോന്നലാണ് കേട്ടോ, നോട്ട് ഷുവർ. ഓക്കെ. തോന്നൽ. അപ്പൊ അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. He seems to accept the proposal. അവൻ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഓക്കെ. Then they seem to come here. അവരിവിടെ വരുമെന്നാണ് തോന്നുന്നത്. ഓക്കെ.
to have that we cooked biryani. നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണി അവൾ കഴിക്കുമെന്നാണ് തോന്നുന്നത്. She seems to have that we cooked biryani. Okay, clear ആണോ? എക്സ്പ്രഷൻ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എക്സാമ്പിൾസ് റീഡ് ചെയ്യൂട്ടോ. എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യാം. He seems to pay my bill. Yes, correct. Then he seems to pay my bill. Okay, then he seems to watch a new movie. പുതിയ സിനിമ കാണാൻ they seems to go to watch a new movie. ഒരു പുതിയ സിനിമ കാണാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. They seem to work hard. Yes. She seems to be enjoying the party. Yeah. Party enjoy ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. Okay. Then next, അടുത്തൊരു എക്സാമ്പിൾ പറയൂ. അശ്വതി ആൻഡ് ഷഹന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും മിണ്ടുന്നില്ല. സിയ, ശാലിനി, ആൻസി, പറയുന്നില്ല. ഓക്കെ, അപ്പോ വിൽ ഹാവ് ടു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിൽ ഹാവ് ടു ആണ് പറഞ്ഞത്. വിൽ ഹാവ് ടു എന്ന് പറയുന്നത് ചെയ്യേണ്ടതായി വന്നേക്കാം, ഫ്യൂച്ചറിലെ കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം, ഭാവിയിൽ ചെയ്യേണ്ടതായി വന്നേക്കാം എന്നൊരു മീനിങ്ങിലാണ് നമ്മൾ വിൽ ഹാവ് ടു യൂസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, കുറച്ച് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ക്ലിയർ ചെയ്യാം. അപ്പൊ വിൽ ഹാവ് ടു എന്ന് പറയുന്നത് ചെയ്യേണ്ടതായി വന്നേക്കാം, ഒരു കാര്യം ചെയ്യേണ്ടതായി വന്നേക്കാം. You will have to study a lot. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കേണ്ടതായി വന്നേക്കാം. You will have to work there. നിങ്ങൾക്ക് ഒരുപാട് വർക്ക് അവിടെ ചെയ്യേണ്ടതായി വന്നേക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചെയ്യേണ്ടതായി വന്നേക്കാം, ഫ്യൂച്ചറിലെ കാര്യമാണ്. നമ്മള് രണ്ട് ക്ലാസ്സിൽ ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു, വിൽ ഹാവ് ടു. ഈ ഹാസ് ടു, ഹാവ് ടു എല്ലാം പ്രസന്റും, ഹാഡ് ടു പാസ്റ്റും, വിൽ ഹാവ് ടു ഫ്യൂച്ചർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? They seem to destroy the meeting. Yeah, okay. Clear? Oh, ഈ രണ്ട് എക്സ്പ്രഷൻ ക്ലിയർ ആണ്. Then next. Have you heard of? Have you heard of means കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ എന്തുവാകാം, എന്തും ചോദിക്കാം. Have you heard of Kerala? Have you heard of Shakespeare? Have you heard of how to cook biryani? കേട്ടിട്ടുണ്ടോ? ബിരിയാണി എങ്ങനെ കുക്ക് ചെയ്യേണ്ടത് കേട്ടിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ്. അപ്പൊ കേട്ടിട്ടുണ്ടോ എന്നൊരു മീനിങ്ങിലാണ് നമ്മുടെ ഈ എക്സ്പ്രഷൻ വരുന്നത്. ഹാവ് യു ഹേർഡ് ഓഫ്? ഓക്കെ, എക്സാമ്പിൾസ് പറയൂ. ഓരോ എക്സ്പ്രഷൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാം കേട്ടോ.
Every kind of leader. Okay. Have you heard of Operation Sindhu? Yeah. Okay. Clear ആണല്ലോ. എല്ലാവരും എക്സാമ്പിൾ പറയുന്നില്ലല്ലോ. ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലോ. വെയിറ്റ് ചെയ്യണോ? No. അപ്പോൾ അടുത്തൊരു എക്സ്പ്രഷൻ ചെയ്താ haven't or hasn't plus subject plus V3 plus yet. Have you heard of new movie? Yeah, okay. അടുത്തൊരു എക്സ്പ്രഷൻ ചെയ്താട്ടോ haven't or hasn't plus subject plus V3 plus yet. ഇതുവരെയായിട്ടും ചെയ്തില്ലേ എന്ന ചോദ്യമാണ്. ഇതുവരെയായിട്ടും ചെയ്തില്ലേ. Hasn't she come yet? അത് ഇതുവരെയായിട്ടും വന്നില്ലേ? Hasn't he gone yet? Haven't finished it yet? Haven't finished it yet? Hasn't she done it yet? Have you completed your project? Haven't you finished the laundry yet? Yeah. Clear. That expression is able to. Subject plus able to plus V1. I'm able to speak English. So 1 minute. എഴുതിയിട്ടില്ല, നോട്ട് എഴുതിയെടുത്തിട്ടില്ല. ഹാവിന്റെ എക്സാമ്പിൾസ് എഴുതിയിട്ടില്ല. Okay. Very good. Next, പറയാട്ടോ able to ഞാൻ പറയാട്ടോ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ പറയൂ, അതിനുശേഷം ഞാൻ able to പറയാം. കഴിഞ്ഞു. Okay. Yeah, able to. Able to means കഴിവ്, ചെയ്യാനുള്ള കഴിവിനെയാണ് able to എന്ന് പറയാട്ടോ. Structure subject plus auxiliary plus able to plus V1. Auxiliary ഉണ്ട് ട്ടോ. Subject plus auxiliary plus able to plus V1.
Auxiliary present auxiliaries ആണ് is, am, are. Okay. അപ്പോൾ ചെയ്യാൻ കഴിവുള്ള എന്നൊരു മീനിങ് ആണ്. ഐ എം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുണ്ട്. എന്ത് മീൻസ് എനിക്ക് സംസാരിക്കാൻ പറ്റും. ആ ഒരു രീതിയാണ്. Then I am able to bring him out. We are able to look after our parents. She is able to do this work. അവൾ വർക്ക് ചെയ്യാൻ ഏബിൾ ആണ്. പാരന്റ്സിനെ ഞങ്ങൾ നോക്കാൻ ഏബിൾ ആണ്. അവരെ കൊണ്ടുവരാൻ ഞങ്ങൾ ഏബിൾ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിവ് ചെയ്യാൻ കഴിവുള്ള എന്നൊരു മീനിങ് ആണ് വരാം. ഓക്കെ, ഇന്നതിന്റെ നെഗറ്റീവ് നമുക്ക് പറയാം. ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ കഴിവില്ല. Okay, കഴിവില്ല എന്ന് പറയാം. I'm not able to speak English. I'm not able to do this work. And if she is not able to do this work, then we are not able to look after our parents. Okay, അപ്പൊ നെഗറ്റീവും പറയാം, പോസിറ്റീവും പറയാം. Able means ചെയ്യാൻ കഴിവുള്ള എന്നൊരു മീനിങ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുണ്ട്. അല്ലെങ്കിൽ കഴിവില്ല എന്നാണെങ്കിൽ I'm not able to speak English എന്ന് പറയാം. Examples ഒന്ന് പറഞ്ഞേ. I'm able to do that work. I'm not able to work hard. Yeah. I'm able to do the. I'm able to do cooking. I'm അത് സ്ട്രക്ചർ നോക്കിയേ നിങ്ങള്. സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് able to plus V1 എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ V1 ആണ് വരാം കേട്ടോ. I'm able to cook. I'm able to cook. I am able to do cook. To do വേണമെന്നില്ല. കുക്ക് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ I'm able to cook എന്ന് മാത്രം മതി കേട്ടോ. She's able to dance well. Yeah, she's able to dance well. Okay. And then examples, എല്ലാ examples ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. Okay, I'll be back. Just wait.
He is able to try cycling on. Okay. He is able to draw the picture. He is able to describe it. Here I am able to sing a song. He is able to drive his scooter. She is able to clean the house. Okay, correct. Okay, then next expression is going to or plus subject plus a word plus V3. Has or have plus subject plus a word plus V3. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? Have you ever talked to him? നീ അവനോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? Have you ever talked to him? Have you ever read this book? നീ എന്തെങ്കിലും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? Has he ever helped you? Has he ever helped you? അവൻ എന്തെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടോ? അവൻ എന്തെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടോ? Has he ever helped you? Okay. So ഇനിയാണ് ഈ എക്സ്പ്രഷൻ വരാ. എട്ടാമത് പറയൂ കേട്ടോ. Have you ever loved me? Have you ever, yeah, okay. Have he ever talked വേണം കേട്ടോ. Talked to you politely. Talked VT form ആണ്. Has she ever seen you? Yeah, has she ever seen you? Okay, then some is for you. Has he ever spent money for you? Yeah. പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? Okay. Have you ever eaten biryani? Okay. Next expression. Yeah. Have you ever forget me? Forget അല്ല. Forget ആണ് വരാ. Forget, forgot, forgotten. അങ്ങനെയാണ് വരാ. Have you ever heard about Shahana? ഇതൊക്കെ കഴിഞ്ഞു. Have you ever heard of expression ഒക്കെ കഴിഞ്ഞ കുറച്ച് നേരമായിട്ടോ. അതിനുശേഷം ഒരുപാട് കുറച്ച് എക്സ്പ്രഷൻസും കൂടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ക്ലാസ്സിൽ മാക്സിമം ശ്രദ്ധിച്ചിരിക്കാം. അടുത്തൊരു എക്സ്പ്രഷൻ ചെയ്ത് മാനേജ് ടു. മാനേജ് ടു സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് മാനേജ് ടു പ്ലസ് ബീങ് ഓൺ. ഞാനത് മാനേജ് ചെയ്തു, ഞാനത് കൈകാര്യം ചെയ്തു എന്ന് പറയില്ലേ, ഞാനത് മാനേജ് ചെയ്തു മാനേജ്ഡ് ആണ്. മാനേജ്ഡ് ഞാൻ ചെയ്തു, മാനേജ് ചെയ്തു. കറക്റ്റ് ആണ്. അങ്ങനെ അത് കറക്റ്റ് ആണ് കേട്ടോ. ആ എക്സ്പ്രഷൻ നമ്മള്
പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ കറക്റ്റ് ആണ്, യൂസ് ചെയ്ത സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, മാം അപ്പൊ ഇപ്പോ പറഞ്ഞ എക്സ്പ്രഷനിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റില്ലേ? എന്തോ ഹാസ് ഓർ ഹാവ് പറഞ്ഞ എക്സ്പ്രഷനിൽ ഞാൻ പറഞ്ഞ സെന്റൻസ് ആഡ് ചെയ്യാൻ പറ്റില്ലേ? Yeah, have you ever heard about Kerala? Okay. അങ്ങനെ ചെയ്യാം. കേട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം. എന്തെങ്കിലും കേരളത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചോദിക്കാം. അടുത്ത് എഴുതാട്ടോ. മാനേജ് ടു കഴിഞ്ഞല്ലോ, സ്ട്രക്ചേഴ്സ് എഴുതിയില്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതാം. I managed to get a couple of tickets. I managed to get a couple of tickets. He managed to pay the money in time. Okay, ഈ ടൈമിനുള്ളിൽ അവന് മാനേജ് ചെയ്യാൻ പറ്റി, മാനേജ് ചെയ്തു. മാനേജ് ടു മീനിങ് എന്താണ്? കൈകാര്യം ചെയ്തു. ഞാനത് മാനേജ് ചെയ്തു എന്നൊക്കെ പറയുന്നത് നമ്മള് കൈകാര്യം ചെയ്യുക, മാനേജ്ഡ് എന്ന് പറയുമ്പോൾ കൈകാര്യം ചെയ്തു, അവനത് മാനേജ് ചെയ്തു. നമ്മളതിന് മാനേജ് ചെയ്തൊക്കെ നമ്മുടെ മലയാളം നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുള്ളതല്ലേ, കറക്റ്റ് മലയാളത്തിലൊക്കെ ഏറ്റവും ബെറ്റർ ആ ഒരു മീനിങ് വീട് തന്നെയാണ് മാനേജ്. ഐ വിൽ മാനേജ്, ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കാം, കൈകാര്യം ചെയ്യാം എന്നൊക്കെ ഒരു മീനിങ്ങിലല്ലേ പറയാം. അതിന്റെ പാസ്റ്റ് ആണ് മാനേജ്ഡ് ടു എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് എക്സാമ്പിൾസ് പറയുക എല്ലാവരും. എക്സാമ്പിൾസ് പറയൂട്ടോ. I managed to manage the issue yesterday. I managed to finish the report. അവിടെ ടു വേണം മിസ്. ഐ മാനേജ്ഡ് ദ ഇഷ്യൂ യെസ്റ്റർഡേ വരുമ്പോ ഐ മാനേജ്ഡ് ടു ദ ഇഷ്യൂ എന്ന് പറയില്ലല്ലോ. I managed to the issue, പക്ഷെ അവിടെ വെർബ് ഇല്ലല്ലോ. എന്ത് ചെയ്തു, ആ ഇഷ്യൂ എന്ത് ചെയ്തു? ഞാനത് മാനേജ് ചെയ്തു, ഞാൻ ആ ഇഷ്യൂ ഇന്നലെ മാനേജ് ചെയ്തു. I managed to solve the issue yesterday എന്നാണെങ്കിൽ ഓക്കെ. ഇന്നലെ ഞാൻ ഇഷ്യൂ സോൾവ് ചെയ്തു, കൈകാര്യം ചെയ്തു, കൈകാര്യം ചെയ്തു എന്നൊരു മീനിങ് വരും. ഓക്കെ, മാനേജ് ടു പറയുമ്പോഴും അതിനുശേഷം വെർബ് വേണം, ഇന്നലെ സെന്റൻസ് കംപ്ലീറ്റ് ആവും കേട്ടോ. I managed to finish the report. Yeah, she managed to attend the meeting. She managed to do the household things. Okay. Clear? Next expression is that. How long plus has or have plus subject plus being plus verb plus ing. How long? എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു? How long plus has or have plus subject plus being plus verb ing. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു?
Example, how long has she been studying here? How long has she been studying here? How long has he been working with you? എത്ര കാലമായി അവിടുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ട് അവിടെ പഠിക്കുന്നു? എത്ര കാലമായി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്റെ കൂടെ വർക്ക് ചെയ്യാൻ എത്ര കാലമായി എന്ന ചോദ്യമാണ്. എത്ര കാലമായിട്ട് അവൻ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു? എത്ര കാലമായിട്ട് അവൾ അവിടെ പഠിക്കുന്നു? എവിടെ പഠിക്കുന്നു? ആ ഒരു മീനിങ്ങിലാണ് how long വരാൻ. എത്ര കാലമായിട്ട്? How long have you caring them? Yeah, how long have you caring them? Have you been caring them? Okay, how long have you been caring them? How long have you been learning English? Yes. That's a nice example. How long has she been teaching maths? Okay. How long have you been driving? How long has she been? അതെന്താ വീട്? ഷഹന, how long has you been going to the work? How long has you been going to the work? എത്ര കാലമായിട്ട് വർക്കിന് പോകാൻ തുടങ്ങിയിട്ടാണ്? എത്ര കാലമായി? ഓക്കെ, ക്ലിയർ. Okay, next expression ഏതാട്ടോ? It's time. It's time. Structure it's time plus subject plus V2. It's time means സമയം അതിക്രമിച്ചിരിക്കുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു. എക്സാമ്പിൾസും എല്ലാം എഴുതിട്ടാട്ടോ. Okay, it's time means
സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time you give up smoking. Smoking നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time you start a function. Function start ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. It's time she informed us. ഞങ്ങൾ ഇൻഫോം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവിടെ ഞങ്ങൾ ഇൻഫോം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടൈം എന്ന് പറയുന്ന എക്സ്പ്രഷൻ വെച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മീനിങ് എന്താണ്? ടൈം അതിക്രമിച്ചിരിക്കുന്നു. It's time to wind up the class. It's time to start the class എന്നൊക്കെ പറയില്ലേ? സമയം ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്ലാസ് തുടങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇത് വെച്ചിട്ടും കൂടെ എക്സ്പ്രഷൻസ് ഒരു എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ എല്ലാവരും. എല്ലാവരും ക്രിയേറ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ചെയ്യൂ.
ഓക്കെ, ഞാൻ ഇതുവരെയും നിങ്ങൾ കേട്ടില്ല. മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറയും മൈക്കും ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. ഓക്കെ, നമ്മുടെ മെസ്സേജിന്റെ ആ ഒരു മെസ്സേജ് ക്ലിക്ക് ചെയ്തിട്ടാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ അവിടെ ടൈപ്പിംഗ് വരുള്ളൂ. അതർവൈസ് അത് ഓൺ അല്ല. മെസ്സേജിന്റെ ആ ഒരു നമ്മൾ ഓൺ ആക്കിയിട്ടില്ല എങ്കിൽ ഒബ്വിയസ്ലി മൈക്ക് അല്ലെങ്കിൽ ക്യാമറ ഓഫ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ മൈ മിസ്റ്റേക്ക്. അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല എന്നിട്ടാണെന്ന് അറിഞ്ഞില്ല, സോറി. ഓക്കെ, ഇത് ഇതുവരെ എടുത്ത എക്സ്പ്രഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ക്ലാസ്സിൽ ഒന്ന് പറയാവോ ആരെങ്കിലും? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സ്പ്രഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഷഹന പറയോ? അശ്വതി നിങ്ങൾക്ക് മനസ്സിലാവും? ഇന്നത്തെ എക്സ്പ്രഷനെ കുറിച്ച് ഒന്ന് പറയൂ. എന്താണോ മനസ്സിലായത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് സീൻസ് ടു ആണ്. അതിന്റെ അർത്ഥം അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അത് അതിന്റെ ഫോം എസ് പ്ലസ് സീം ടു ഓർ സീംസ് ടു. അത് സബ്ജക്റ്റിനനുസരിച്ച് മാറും. എക്സാമ്പിൾ, ഹി ആണെങ്കിൽ ഹി സീംസ് ടു ആക്സെപ്റ്റ് ദാറ്റ് പ്രപ്പോസൽ. ദേ ആണെങ്കിൽ പ്ലൂരലാണ് വരുന്നതെങ്കിൽ സീം ടു. ദേ സീം ടു കം ഹിയർ. അടുത്ത എക്സ്പ്രഷൻ ഹാവ് യു ഹിയർഡ് ഓഫ്. കേട്ടിട്ടുണ്ടോ എന്നാണ് അർത്ഥം വരുന്നത്. ഹാവ് യു ഹിയർഡ് ഓഫ് ഷേക്സ്പിയർ. ഹാവ് യു ഹിയർഡ് ഓഫ് കേരള. നെക്സ്റ്റ് ഹാവിങ് ഓർ ഹാസിങ്. അതിന്റെ ഫോം ഹാവിങ് ഓർ ഹാസിങ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 പ്ലസ് യെറ്റ്. ഇതുവരെ ആയിട്ടും ചെയ്തില്ലേ എന്നാണ് അർത്ഥം വരുന്നത്. ഹാസിങ് ഷീ കം യെറ്റ്. അവൾ ഇതുവരെ ആയിട്ടും വന്നില്ലേ. അത് ഷീ ആയതുകൊണ്ട് ഹാസിന്റെ യൂസ് ചെയ്യുന്നു. ദേ ആണെങ്കിൽ ഹാവിന്റെ, അല്ലെങ്കിൽ യു ആണെങ്കിൽ ഹാവിന്റെ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഏബിൾ ടു. ഏബിൾ ടു എന്ന കഴിവ്. അതിന്റെ ഫോം സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് ഏബിൾ ടു പ്ലസ് V1. I am able to speak English. അടുത്തത് ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് എവർ പ്ലസ് V3. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് അത് യൂസ് ചെയ്യാം. ഹാവ് യു എവർ ടോക്ക് ടു ഹിം, അല്ലെങ്കിൽ ഹാസ് ഷീ എവർ സീൻ യു. അടുത്തത് മാനേജ്ഡ് ടു. ഞാൻ അത് മാനേജ് ചെയ്യും എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അതിന്റെ ഫോം സബ്ജക്ട് പ്ലസ് മാനേജ്ഡ് ടു പ്ലസ് V1. I managed to get a couple of tickets. അടുത്തത് how long പ്ലസ് has or have പ്ലസ് സബ്ജക്ട് പ്ലസ് been പ്ലസ് V പ്ലസ് ing. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. How long has she been studying here? Next, it's time. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കാണിക്കാനാണ്. അതിന്റെ ഫോം ഇറ്റ്സ് ടൈം പ്ലസ് സബ്ജക്ട് പ്ലസ് V2. ഇറ്റ്സ് ടൈം യു ഗേവ് അപ്പ് സ്മോക്കിംഗ്. ക്ലിയർ ആണല്ലോ? ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഷാനിനി? ഞാൻ പറയാം മാം. ഓക്കെ, ഇന്നെടുത്തതാണോ അതോ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറയുന്നു? ഇന്നെടുത്തത് ഫസ്റ്റ് വൺ സീംസ് ടു ആണ്. അതിന്റെ മീനിങ് പറയുന്നത് അങ്ങനെ ചെയ്യുമെന്നാണ് തോന്നുന്നത്.
അതിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് തീം ടു ഓർ തീംസ് ടു പ്ലസ് V1. തീം ടു വരുന്നത് പ്ലൂറൽ ആണെങ്കിൽ തീംസ് ടു വരുന്നത് സിംഗുലർ ആണെങ്കിൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he seems to accept that proposal. പിന്നൊന്ന് they seem to come here. Then next have you heard of ആണ്. അതിന്റെ മീനിങ് പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്നാണ്. അതിന്റെ എക്സാമ്പിൾ have you heard of Kerala, have you heard of Shakespeare. Then next haven't or hasn't ആണ്. അതിന്റെ മീനിങ് ഇതുവരെ ആയിട്ടും ചെയ്തില്ല. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V3 പ്ലസ് yet. എക്സാമ്പിൾ hasn't she come yet, hasn't he gone yet. നെക്സ്റ്റ് able to ആണ്. able to means ചെയ്യാനുള്ള കഴിവ്. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് able to പ്ലസ് V1. എക്സാമ്പിൾ he is able to describe it. നെക്സ്റ്റ് has or have സബ്ജക്ട് പ്ലസ് ever പ്ലസ് V3 മീൻ ചെയ്യുന്നത് എന്നെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ. എക്സാമ്പിൾ have you ever talked to him, has he ever talked to you politely. The next manage to ആണ്. മീനിങ് കൈകാര്യം ചെയ്തു. സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് manage to പ്ലസ് V1 ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he managed to pay the money in time. നെക്സ്റ്റ് how long എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു. സ്ട്രക്ചർ how long plus has or have plus subject plus been plus verb plus ing. Example how long has she been studying here, how long has he been working with you. Last one it's time ആണ്. മീനിങ് സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്ട്രക്ചർ it's time plus subject plus V2. Example it's time we started the function. Yeah. Okay. So clear ആണല്ലോ. നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. സോ ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് മാത്രം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. മൈൻഡ് ചെയ്യാം നമുക്ക്. ഓക്കെ. So let's find the base class. Okay. Thank you all. See you on the next class. Okay. Thank you, ma'am. Bye.